നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനുലാൽ. പതിവ് പോലെ ഇന്ന് ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അത് മറ്റൊന്നുമല്ല, ഹുവാവയുടെ സബ് ബ്രാൻഡായ ഹോണർ ബാൻഡ് 3 എന്ന ഈ ഒരു ആക്ടിവിറ്റി ട്രാക്കർ അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രാക്കറാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ഇത് 2017 ഹുവാവെ പുറത്തിറക്കിയ ഒരു പ്രോഡക്റ്റാണ്. ഇത് വാച്ച് പോലെ നമ്മുടെ കൈയുടെ റിസ്റ്റിൽ ധരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റിൻ്റെ കളറ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ തന്നെ നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇതാണ് ഹുവാവയുടെ ഹോണർ ബാൻഡ് 3 എന്ന ആക്ടിവിറ്റി ട്രാക്കറിൻ്റെ ബോക്സ്. അപ്പോൾ ഈ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വാട്ടർ റെസിസ്റ്റൻ്റ് അപ് ടു 50 മീറ്റേഴ്സ്, അതായത് 50 അടി താഴ്ചയിൽ ഈ ഒരു ബാൻഡ്, ഇതാണ് ഇരിക്കുന്നതാണ് നമ്മുടെ ബാൻഡ്, ഹോണർ ബാൻഡ്. നല്ല മികച്ച ബിൽഡാണ്, ഡിസൈനും ബിൽഡൊക്കെയാണ്. ഇവിടെ ഈ ബാൻഡിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇത് 50 മീറ്റർ താഴ്ചയിലും ഇത് ബാൻഡ് കെട്ടിക്കൊണ്ട് നമുക്ക് സ്വിം ചെയ്യാം. ഈ ബാൻഡ് കെട്ടിക്കൊണ്ട് നീന്താം. ഇത് വെള്ളമൊന്നും ആയാലൊന്നും ഈ വാച്ച് യാതൊരു കംപ്ലൈൻറ്റും പറ്റത്തില്ലെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴെ ഇങ്ങനെ ഒരു ചെറിയ ബോക്സ് കാണാം. ഇതിൻ്റെ QR കോഡ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആക്സസറീസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഹോണർ ബാൻഡ് 3 എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ആയിട്ട് സ്ലീപ്പ് മോണിറ്ററിങ്ങിൻ്റെ ഐക്കൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതുപോലെ SMS നോട്ടിഫിക്കേഷൻ, അതുപോലെ അതിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ ഐക്കൺസ് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ സ്ലീപ്പ് മോണിറ്ററിങ്, അതായത് നമ്മുടെ ഉറക്കത്തിൻ്റെ അളവ് മോണിറ്റർ ചെയ്യുന്ന സ്ലീപ്പ് മോണിറ്ററിങ്, ഇതുപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഉണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് അതിൻ്റെ മോണിറ്ററിങ് ഇത് ചെയ്യും. അതുപോലെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ്, അതായത് നമുക്ക് വരുന്ന ഇൻകമിങ് കോൾസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ്, അതുപോലെ ഒരു കോൾ റിജക്റ്റ് ചെയ്യാനും SMS, ഇമെയിൽ, അതുപോലെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ്. അതായത് സ്മാർട്ട് ഫോണുമായിട്ട് നമ്മളിത് കണക്റ്റ് ആയിരിക്കണം. ഹുവാവെ വിയർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഇത് എൻ്റെ ഹുവാവെ ഫോണാണ്. ഇതിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹുവാവെ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, പ്രീ ഇൻസ്റ്റാൾഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ബാക്ക് അടിക്കുകയാണ്. ഇതിൽ ഹുവാവയുടെ മറ്റൊരു ആപ്ലിക്കേഷനായിട്ടുള്ള ഈ കാണുന്ന ഹോണർ വിയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് ഇങ്ങനെ കാണാനായിട്ട് കഴിയും. അത് നമ്മളിതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഈ സ്മാർട്ട് ഫോണും ബാൻഡുമായിട്ട് നമ്മൾ പെയർ ചെയ്ത് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. മോഡൽ നമ്പറൊക്കെ കൊടുത്തിരിക്കുകയാണ്, കണ്ടില്ലേ, NYX B10, അതാണ് ഈ മോഡലിൻ്റെ പേര്. അപ്പോൾ ഇനി ഈ ബോക്സിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് ആൻഡ്രോയിഡിലും iOS-ലും 2 പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്ന ഒരു ബാൻഡാണ്. നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു കവറിൻ്റെ അകത്ത് ഇത് ചാർജ് ചെയ്യാനുള്ള കേബിളാണ്. കേബിൾ നമുക്ക് പുറത്തെടുക്കാം. ഇതൊരു സാധാരണ USB കേബിളാണ്. അതുപോലെ ഇതെന്ന് പറയുന്നത് ഈ ഒരു ബാൻഡ് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് ഡോക്കാണ്. അത് ഈ ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു കേബിള് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ചാർജർ അഡാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ചാർജ് ചെയ്യാനായിട്ട്. ഇനി ഇതിൽ വരുന്നത് ഈ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്.
ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എഴുതിയിട്ടുള്ള കിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അടുത്തത് വാറണ്ടി കാർഡാണ്. അപ്പം വേറൊന്നും ബോക്സിനകത്ത് കാണുന്നില്ല. ഇത്രയാണ് ഈ ബോക്സിൽ വരുന്നത്. ഇത് ആൻഡ്രോയിഡ് 4.4 മുകളിലോട്ടായിട്ടുള്ള എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും കമ്പാറ്റബിളാണ്. അതുപോലെ iOS 9.0 അതിന് മുകളിലോട്ടുള്ള എല്ലാ iOS ഡിവൈസിലും ഇത് കമ്പാറ്റബിളാണ്. ഈ ബാൻഡ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്കായിട്ട് പറയുകയാണ്. ഇത് വേറൊന്നുമില്ല, നമ്മൾ സ്മാർട്ട് വാച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സ്മാർട്ട് വാച്ച് നമ്മൾ പലരും കണ്ടിട്ടും ഉണ്ടായിരിക്കും. ആ ഒരു സ്മാർട്ട് വാച്ച് പോലെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ബാൻഡാണിത്. സ്മാർട്ട് വാച്ചിലും ഇതിൽ ഉള്ള പോലത്തെ ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ്. ഇത് കുറച്ചുകൂടെ വില കുറഞ്ഞതായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ സ്മാർട്ട് വാച്ചുകൾക്ക് പല ബ്രാൻഡ്സിൻ്റെയും വില കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 5000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സ്മാർട്ട് വാച്ചിൻ്റെ. ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ചില ബ്ലിറ്റ്സ് വുൾഫ് പോലെയുള്ള സ്മാർട്ട് വാച്ചുകൾക്കൊക്കെ വില കുറവായിട്ടാണ് കാണുന്നത്. ഇത് കുറച്ചുകൂടി ഒരു 3000-2500 ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതുപോലത്തെ സ്മാർട്ട് ബാൻഡുകൾ. ഇത് ഹോണർ ബാൻഡ് 3 ആണ്. ഇതിൻ്റെ ഹോണർ ബാൻഡ് 4, ഹോണർ ബാൻഡ് 5 വരെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസാണ് അതൊക്കെയും. നിലവിലുള്ള ഹോണർ ബാൻഡ് 4 അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഹോണർ ബാൻഡ് 5 വാങ്ങിക്കുന്നതായിരിക്കും ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ്. ഈ വാച്ച് നമ്മൾ ഓണാക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഡൗൺലോഡ് ഹുവാവേ ഹെൽത്ത് ടു പെയർ ഡിവൈസ്. ഹുവാവേ ഹെൽത്ത് ആപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹുവാവയുടെ ഹെൽത്ത് ആപ്പ് നമ്മൾ ഹുവാവേ ഫോണിലോ അല്ലെങ്കിൽ മറ്റ് ആൻഡ്രോയിഡ് ഫോണിലോ, ഹുവാവേ ഫോണിൽ എനിക്ക് തോന്നുന്നത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ആ ഒരു ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിവൈസൊക്കെ ആയിട്ട് പെയർ ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് ചെറിയ സ്ക്രീൻ സൈസാണ്. ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസറാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ കയ്യിൽ റിസ്റ്റിലായിട്ട് ഇതുപോലെ കെട്ടുമ്പോൾ ഈ സെൻസർ നമ്മുടെ ഹാർട്ട് റേറ്റ് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മളെ അറിയിക്കും. അതുപോലെ നമ്മൾ ഒരു ദിവസം എത്ര സ്റ്റെപ്സ് നടന്നു, ഓടി എന്നൊക്കെയുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് അതെല്ലാം ഇതിൽ നമ്മുടെ കലോറി എത്രത്തോളം ബേൺ ചെയ്ത് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കാണിച്ചു തരും. അതാണ് ഈ ഒരു സ്മാർട്ട് ബാൻഡ്. ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് സിലിക്കൺ റബ്ബർ സ്ട്രാപ്പാണ്. ഇത് ഈ ഒരു ട്രാക്കറുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കാണ്. ഇത് വലിച്ചൂരാനൊന്നും പറ്റത്തില്ല. സ്ക്രൂ ചെയ്തങ്ങാണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം കണ്ടിട്ട് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും ഇത് ഉപയോഗിച്ച് നോക്കട്ടെ. കണ്ടോ, ബ്ലൂടൂത്തിൻ്റെ സിമ്പൽ കാണിക്കുന്നുണ്ടോ? ബ്ലൂടൂത്ത് വഴിയാണെന്ന് തോന്നുന്നു ഇത് പെയർ ചെയ്യുന്നത്. എന്തായാലും ഇത്രയുമേ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും ചെറിയൊരു ഓവർവ്യൂവും. ഇതിപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയാലും അത് ആ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തി നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് തുടർന്നും ഇത്തരത്തിലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമായി തീരുക. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഈ ഉപകരണം യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതേ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.